SSC, RRB, PSC തുടങ്ങിയ മത്സര പരീക്ഷകൾക്ക് പ്രയോജനകരമായിട്ടുള്ള കുറച്ച് കറണ്ട് അഫയേഴ്സ് പരിചയപ്പെടാം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ജൂലൈ 7-ാം തീയതിയിലെ കറണ്ട് അഫയേഴ്സ് ആണ്. അടുത്തിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലഭിച്ച ഇന്തോനേഷ്യൻ പരമോന്നത സിവിലിയൻ ബഹുമതി ബിന്താങ് അതിപൂർണ ഓഫ് ദ റിപ്പബ്ലിക് ഓഫ് ഇന്തോനേഷ്യ. ബഹുമതി നൽകിയത് ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബാവോ സുബിയന്തോ. ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂസ് മിസൈലും തദ്ദേശീയമായി നിർമ്മിച്ച അസ്ത്ര MK-1 മിസൈലും ഇന്തോനേഷ്യയ്ക്ക് നൽകും. ചൈനീസ് വെല്ലുവിളികൾ ചെറുക്കാൻ ഇന്തോനേഷ്യയും ഇന്ത്യയും ഇന്ത്യൻ മഹാസമുദ്രത്തിൽ സംയുക്ത നിരീക്ഷണം നടത്തും. ഫിലിപ്പീൻസിനും വിയറ്റ്നാമിനും ശേഷം ഇന്ത്യ റഷ്യ സംയുക്ത സംരംഭമായ ബ്രഹ്മോസ് മിസൈൽ വാങ്ങുന്ന രാജ്യം ഇന്തോനേഷ്യ. ആഗോള പാസ്പോർട്ട് സൂചിക 2026 ഇന്ത്യയുടെ സ്ഥാനം 125, സ്വീഡൻ 1-ാം സ്ഥാനം, സ്വിറ്റ്സർലൻഡ് 2-ാം സ്ഥാനം, ഫിൻലൻഡ് 3-ാം സ്ഥാനം. ജർമ്മനി, നെതർലാൻഡ്സ്, ഡെൻമാർക്ക് എന്നിവ 4-ാം സ്ഥാനം പങ്കിട്ടു. സഞ്ചാര സാധ്യത, ജീവിത ഗുണനിലവാരം, നിക്ഷേപ സാധ്യത തുടങ്ങിയ ഘടകങ്ങൾ പരിഗണിച്ച് ഗ്ലോബൽ സിറ്റിസൺ സൊല്യൂഷൻസ് ആണ് ഈ സൂചിക തയ്യാറാക്കുന്നത്. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച 2026 ജൂലൈയിൽ കമ്മീഷൻ ചെയ്യുന്ന അത്യാധുനിക സ്റ്റെൽത്ത് യുദ്ധക്കപ്പൽ INS മഹേന്ദ്രഗിരി. ഇന്ത്യൻ നാവികസേനയുടെ പ്രോജക്ട് 17A പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച 7-ാമത്തെയും അവസാനത്തെയും യുദ്ധക്കപ്പൽ ഒഡീഷയിലെ മഹേന്ദ്രഗിരി പർവ്വതനിരകളുടെ പേരാണ് ഈ കപ്പലിന് നൽകിയിരിക്കുന്നത്. പ്രോജക്ട് 17A പദ്ധതി അനുസരിച്ച് നിർമ്മിച്ച 7 യുദ്ധക്കപ്പലുകൾക്കും ഇന്ത്യയിലെ പ്രധാന പർവ്വതങ്ങളുടെയും മലനിരകളുടെയും പേരുകളാണ് നൽകിയിട്ടുള്ളത്. മുംബൈ ആസ്ഥാനമായുള്ള മസഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സ് നിർമ്മിക്കുന്ന യുദ്ധക്കപ്പലാണ് INS മഹേന്ദ്രഗിരി. ശത്രുക്കളുടെ റഡാറുകളിൽ പെടാതെ സഞ്ചരിക്കുവാനുള്ള അത്ഭുതകരമായ ശേഷിയാണ് ഇതിൻ്റെ പ്രധാന പ്രത്യേകത. ഏറ്റവും വേഗമേറിയ സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലായ ബ്രഹ്മോസ്, ദീർഘദൂര ഉപരിതല വ്യോമ മിസൈലുകൾ എന്നിവ കപ്പലിലുണ്ട്. ഇന്ത്യയിലെ ആദ്യത്തെ 8 വരി റോഡ് ടണൽ കടന്നു പോകുന്ന ടൈഗർ റിസർവ് മുകുന്ദ്ര ഹിൽസ് ടൈഗർ റിസർവ് രാജസ്ഥാനിലെ കോട്ട, ബുണ്ടി, ചിറ്റോർഗഡ്, ജലവാർ ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന മുകുന്ദ്ര ഹിൽസ് ടൈഗർ റിസർവ് പ്രകൃതി സംരക്ഷണവും വികസനവും ഒരുമിച്ച് കൊണ്ടുപോകുന്നതിൽ ഇന്ത്യയുടെ ഒരു അഭിമാന പദ്ധതിയാണ്. ഡൽഹി മുംബൈ എക്സ്പ്രസ് വേയുടെ ഭാഗമായി ഈ വന്യജീവി സങ്കേതത്തിന് താഴെ നിർമ്മിച്ചിരിക്കുന്ന 8 വരി തുരങ്കം ഇന്ത്യയിലെ തന്നെ ആദ്യത്തേതാണ്. അടുത്തിടെ അന്തരിച്ച ബ്രിഡ്ജ് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന വ്യക്തി ഗിരീഷ് ഭരദ്വാജ്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ചിലവ് കുറഞ്ഞ തൂക്കുപാലങ്ങൾ നിർമ്മിച്ചു. കേരളത്തിൽ 32 എണ്ണം ഉൾപ്പെടെ ആകെ 143 തൂക്കുപാലങ്ങൾ അദ്ദേഹം നിർമ്മിച്ചു. 2017 അദ്ദേഹത്തിന് പത്മശ്രീ ലഭിച്ചു. ബലഗാവി ഹുക്കേരിയിൽ ഘട്ടപ്രഭ നദിയിൽ 1999 നിർമ്മിച്ച 290 മീറ്റർ തൂക്കുപാലമാണ് അദ്ദേഹം നിർമ്മിച്ചവയിൽ നീളം കൂടിയത്. കുടക്, കുശാൽ നഗർ, നിസർഗ ഡാമയിൽ കാവേരി നദിയിൽ മരങ്ങൾ തമ്മിൽ ബന്ധിപ്പിച്ച് 55 മീറ്റർ തൂക്കുപാലം നിർമ്മിച്ചാണ് അദ്ദേഹം ഇതിന് തുടക്കം കുറിച്ചത്. അടുത്തിടെ അതിതീവ്ര മഴയെ തുടർന്ന് കനത്ത മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലുമുണ്ടായ കള്ളാടി ഇക്കോ ടൂറിസം കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജില്ല വയനാട്. വയനാട് ജില്ലയിലെ മേപ്പാടിക്ക് സമീപമാണ് കള്ളാടി ഇക്കോ ടൂറിസം കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. കനത്ത മഴയെ തുടർന്ന് ഈ പ്രദേശത്തുണ്ടായ മണ്ണിടിച്ചിലിൽ 3 പേർ മരണപ്പെടുകയും വ്യാപകമായ നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. അപകടം നടന്ന സമയത്ത് ഇവിടെ 255 മില്ലി ലിറ്റർ ഉയർന്ന അളവിലുള്ള മഴ രേഖപ്പെടുത്തിയിരുന്നു. സംസ്ഥാന സാക്ഷരതാ മിഷൻ ഡയറക്ടറായി ചുമതലയേറ്റത് ഡോക്ടർ AP അഹമ്മദുൽ കബീർ. സൗത്ത് ബീഹാർ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെ സോഷ്യോളജിക്കൽ സ്റ്റഡീസ് വിഭാഗത്തിൽ സീനിയർ അസിസ്റ്റന്റ് പ്രൊഫസറായിരിക്കെയാണ് നിയമനം. കോഴിക്കോട് പുതുപ്പാടി സ്വദേശിയാണ്. പ്രധാന പഠന ഗവേഷണ മേഖലകൾ വിദ്യാഭ്യാസത്തിന്റെ സാമൂഹ്യശാസ്ത്രം, രാഷ്ട്രീയ സാമൂഹ്യശാസ്ത്രം, സാമൂഹിക പ്രസ്ഥാനങ്ങളുടെ സമൂഹശാസ്ത്രം, മാധ്യമങ്ങളും സമൂഹവും. കേരളത്തെ നടുക്കിയ പെരുമൺ ട്രെയിൻ ദുരന്തം നടന്നത് 1988 ജൂലൈ 8. രാജ്യത്തെ ആകെ നടുക്കിയ പെരുമൺ ട്രെയിൻ ദുരന്ത ഓർമ്മകൾക്ക് 38 ആണ്ട് തികയുന്നു. ഐലൻഡ് എക്സ്പ്രസിന്റെ 10 കോച്ചുകൾ പെരുമൺ പാലത്തിൽ നിന്ന് അഷ്ടമുടിക്കായലിലേക്ക് മറിഞ്ഞത്. ബാംഗ്ലൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് വരികയായിരുന്ന ഐലൻഡ് എക്സ്പ്രസ് ആണ് അപകടത്തിൽപ്പെട്ടത്. ഇത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ റെയിൽവേ അപകടങ്ങളിൽ ഒന്നാണ്. പെരുമൺ ദുരന്തം നടക്കുമ്പോൾ EK നയനാർ ആയിരുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രി. ഇതുപോലുള്ള കറണ്ട് അഫയേഴ്സിനായി ചാനൽ ഫോളോ ചെയ്യുക. താങ്ക്